ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക്, ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പച്ചക്കുതിര ഇങ്ങനെ തുള്ളിച്ചാടി രസിച്ച് നടക്കും. ഇങ്ങനെ രസിച്ച് നടക്കുന്നതിനിടയിലാണ് പച്ചക്കുതിര ഉറുമ്പിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എല്ലാ ദിവസവും ഓരോ അരിമണിയോ പയറുമണിയോ ചുമന്നുകൊണ്ട് ഉറുമ്പ് അങ്ങനെ വിഷമിച്ച് നടന്നു നീങ്ങുന്നു. അങ്ങനെ ഒരിക്കൽ പച്ചക്കുതിര ഉറുമ്പിനോട് ചോദിച്ചു, മണ്ടച്ചാരെ, നീ എന്നാണ് ഇനി ജീവിതം ആസ്വദിക്കുന്നത്? നീ എന്നും ഈ ഭാരവും ചുവന്നിങ്ങനെ നടക്കുന്നതാണല്ലോ കാണുന്നത്. നീ എന്നെ കണ്ടുപഠിക്കൂ. ഞാനിങ്ങനെ തുള്ളിച്ചാടി രസിച്ച് ഈ നിമിഷത്തെ ആസ്വദിക്കുകയല്ലേ. ഉറുമ്പ് ഒരു ചെറു ചിരിയോടെ നടന്നകന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വലിയ ഇടിയും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ വന്നു. പച്ചക്കുതിരയ്ക്ക് ഇരിക്കാൻ ഒരു കൊമ്പ് പോലും ഇല്ലാത്ത വിധത്തിൽ മരങ്ങളെല്ലാം കടപുഴുകി. അപ്പോൾ താൻ ശേഖരിച്ച ധാന്യങ്ങൾ തൻ്റെ മാളത്തിൽ അടുക്കി വച്ചുകൊണ്ട് അതിനെ കുറേശ്ശെ ഭക്ഷിച്ചുകൊണ്ട് ഉറുമ്പ് ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ പച്ചക്കുതിര ഒരു വിധത്തിൽ ഉറുമ്പിൻ്റെ കൂടിനടുത്തെത്തി. അപ്പോൾ സന്തോഷവാനായി ഉറുമ്പ് വയറ് നിറയെ ഭക്ഷണവും കഴിച്ച് തൻ്റെ കൂട്ടിൽ ഉറങ്ങുകയാണ്. ഉറുമ്പിനെ വിളിച്ചുണർത്തി പച്ചക്കുതിര ചോദിച്ചു, എനിക്ക് അല്പം ഭക്ഷണം തരാമോ? അപ്പോഴാണ് ഉറുമ്പ് മറുപടി പറഞ്ഞത്, നീ ഒരിക്കൽ എന്നോട് ചോദിച്ചില്ലേ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഭാരം ചുമക്കുന്നതെന്ന്. ഇങ്ങനെ ജീവിതത്തിൽ പല പ്രയാസഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉപയോഗപ്പെടുത്തുവാനാണ് നാം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അധ്വാനിക്കുന്നതും കരുതേണ്ടതും. ആസ്വാദനം മാത്രമാണ് ജീവിതമെന്ന് കരുതി ഓരോ നിമിഷങ്ങളും അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കാലവർഷത്തിലകപ്പെട്ട പച്ചക്കുതിരയായി മാറാതിരിക്കുക.